ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുന്നു. ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസിന് മുന്നിൽ സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടൗൺ ജനം ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ജനം ടിവിയാണ്. പ്രശാന്ത് ശങ്കർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. പ്രശാന്ത്, സ്വപ്ന സുരേഷ് അതായത് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുമ്പോൾ വളരെ നിർണായകമാണ് സാഹചര്യം. ആർക്കൊക്കെയാകും കുരുക്കാകുക? എപ്പോഴാണ് ഈ മൊഴി വിജിലൻസ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്? പങ്കുവയ്ക്കാം വിവരങ്ങൾ. അശ്വതി, രാവിലെ 11 മണി മുതലാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയത്. അല്പസമയം മുമ്പ്, അതായത് നിലവിൽ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വപ്ന സുരേഷ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മുട്ടത്തറയിലുള്ള വിജിലൻസിന്റെ ഓഫീസിൽ ഉണ്ട്. രാവിലെ തന്നെ എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 മണി മുതലാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. അതായത് ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ, PR ശിവശങ്കർ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ നേരത്തെ പങ്കുണ്ട് എന്ന വിവരങ്ങളടക്കം നേരത്തെ ലഭിച്ചിരുന്നു. മാത്രമല്ല, വലിയ രീതിയിൽ കോഴ വാങ്ങിയതടക്കമുള്ള ആരോപണങ്ങളും അതിൻ്റെ കണ്ടെത്തലടക്കം ഇഡിയുടെ ഭാഗത്തുണ്ടായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഈ കേസ് നിർത്തിവെക്കുന്ന, അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണം തന്നെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത് ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ശേഷമാണ് വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുനരന്വേഷണം, അല്ലെങ്കിൽ ഇത് തുടർന്നുള്ള മൊഴി രേഖപ്പെടുത്തൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് വിജിലൻസ് ഓഫീസിൽ എത്തിയിരിക്കുന്നു. ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഇത്തരത്തിൽ കേരളം നടുങ്ങിയ, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു ക്രമക്കേടായിരുന്നു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് എന്ന് പറയുന്നത്. UAE റെഡ് ക്രസന്റിൽ നിന്നും 20 കോടി രൂപയിൽ നിന്ന് 4.4 കോടി രൂപ യൂണിസ്റ്റാക്സ് ബിൽഡേഴ്സ് പ്രതികൾക്കായി കോഴ വാങ്ങിയത് അടക്കമുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അന്ന് സംശയത്തിൻ്റെ നിലനിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിൽ ഇടപെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ശിവശങ്കറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നത് അന്ന് വലിയ രീതിയിൽ വാർത്തയായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ആ കേസ് എങ്ങും എത്താതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഈ ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസെല്ലാം നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ ആ കേസുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടെല്ലാം മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത്, മൊഴി രേഖപ്പെടുത്താൻ എത്തുന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് വീണ്ടും ഇത്തരത്തിൽ വിജിലൻസിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്, വിജിലൻസ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ലൈഫ് മിഷന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. 1 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. രാവിലെ 11 മണിക്കായിരുന്നു മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്തെ മുട്ടത്തറയിലെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയത്. നിലവിൽ ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ നിലനിന്നിരുന്നു. കഴിഞ്ഞ ഇടത് സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ വെട്ടിലാക്കിയ സംഭവമായിരുന്നു ലൈഫ് മിഷൻ ക്രമക്കേടെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കോഴ വാങ്ങിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ അന്ന് പിണറായി വിജയൻ സർക്കാർ വെട്ടിലായത്. സർക്കാരിന് തന്നെ, മുഖ്യമന്ത്രി തന്നെ വിശ്വസ്തൻ ഈ കേസിലേക്ക് ഉൾപ്പെടുകയും കോഴ വാങ്ങുന്നതടക്കമുള്ള കേസിൽ വലിയ രീതിയിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ, പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ വിശ്വസ്തന ഇതിൽ പങ്കുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ അത് പുറത്തു വരികയും ചെയ്യുന്നു. അന്ന് നാടിനെ, കേരളത്തെയും നടുക്കിയ സംഭവമാണ് ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ വീണ്ടും അത് വിജിലൻസിന്റെ മുന്നിലേക്ക് എത്തുന്നു. വിജിലൻസ് വീണ്ടും മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൽ ആദ്യ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത്. സ്വപ്ന സുരേഷിനെ വീണ്ടും വിളിച്ചു വരുത്തുകയും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി അടക്കം സംശയത്തിന്റെ നിഴലിൽ നിന്നൊരു സാഹചര്യമുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും കൂടുതൽ വിവരങ്ങൾ സ്വപ്ന സുരേഷിൽ നിന്നും തേടുന്ന നിലയിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്കായിരുന്നു മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മൊഴിയെടുപ്പിനായി സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്, വിജിലൻസിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറിലധികം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. തുടർന്ന്
അതിനുശേഷം പുറത്തേക്ക് എത്തുമ്പോൾ സ്വപ്ന സുരേഷ് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന്. ഇത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള വലിയ ക്രമക്കേടുകൾ നടന്നു, കോഴവാങ്ങിയെന്നടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയായ രാഷ്ട്രീയ കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസ്തൻ ഇതിൽ ഇടപെടുന്നു, കോഴവാങ്ങിയെന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കേസ് അന്വേഷിച്ചെങ്കിൽ പോലും കേസ് അന്വേഷണം എങ്ങുമെത്താതെ പോകുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ അതിന്റെ അന്വേഷണങ്ങളൊന്നും എങ്ങും എത്തുന്നുമില്ല, നിലച്ച ഒരു മട്ടായിരുന്നു ഇരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം പുനരാരംഭിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വപ്ന സുരേഷിനെ വിളിച്ചു വരുത്തുകയും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അശ്വതി. ശരി പ്രശാന്ത്, വിവരങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും ലൈഫ് മിഷൻ കോഴ കേസിൽ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ മൊഴി 1 മണിക്കൂറിലധികമായി വിജിലൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ കോഴ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയ്ക്കും മകൾ വീണ വിജയനും നിർണായക പങ്കുണ്ടെന്നും ഒപ്പം PR ശിവശങ്കർ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ വിഷയത്തിൽ കരുക്കൾ നീക്കിയെന്നുമൊക്കെ സ്വപ്ന സുരേഷ് തുറന്നടിച്ചിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത നമ്മുടെ ജനം TVയുടെ തന്നെ കോണ്ടന്റ് ആൻഡ് പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാരുമായി സ്വപ്ന സുരേഷ് തുറന്ന് സംസാരിച്ചിരുന്നു. ആ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി സ്വപ്ന സുരേഷ് പങ്കുവെക്കുന്നുണ്ട്. പലതിന്റെയും തെളിവുകൾ സ്വപ്ന സുരേഷിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ വീഴ്ത്താൻ കെൽപ്പുള്ള തെളിവുകളാണോ, ഒപ്പം മറ്റ് നേതാക്കൾ മറനീക്കി പുറത്തു വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം. എന്തായാലും വിജിലൻസിന് നൽകുന്ന മൊഴിയിൽ സ്വപ്ന സുരേഷ് എന്തൊക്കെ കാര്യങ്ങളാകും വ്യക്തമാക്കുക, ഏതൊക്കെ തെളിവുകളാകും കൈമാറുക എന്നത് നിർണായകം തന്നെയാണ്. രാഷ്ട്രീയ കേരളത്തെ വീണ്ടും പിടിച്ചു കുലുക്കുന്ന മറ്റൊരു വിവാദം വീണ്ടും തലപൊക്കുകയാണ് ലൈഫ് മിഷൻ ക്രമക്കേട്.